നമസ്തേ. 2026 വിഷുഫലം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ലൊരു വർഷമാണ് ഈ ഒരു വർഷം വരുന്നത്. ജൂൺ മാസമൊക്കെ തുടങ്ങി നല്ലൊരു മാറ്റമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ജോലിയിലുള്ള പുരോഗതികളും പിന്നെ ഏതെങ്കിലും ഒരു ജോലി നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ദൃഢമായിട്ടൊരു മനസ്സോടുകൂടി നിൽക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാവണം. പല വാക്കുകൾ നമുക്ക് രണ്ടിലൊക്കെ രാഹു നിൽക്കുന്നത് കൊണ്ടേ അപ്പം ഈ ഒരു വർഷത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഭാവമാവുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെയാണ് നമുക്ക് ഏറ്റവും നന്മ വരുന്നത്. അപ്പം അതിന് ഈശ്വരാധീനം കൂടിയേ തീരും. നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് പറയാനും അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പോൾ അതിന് നമ്മുടെ വാക്കുകളെ ക്രമീകരിക്കുക തന്നെ വേണം. അവിടെ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തേക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല ഭാവമാണ് വരുന്നത്. ഈ ഒരു വർഷം മുഴുവനും അവർക്ക് സാമ്പത്തികമായ പുരോഗതി, നിവർത്തി സ്ഥാനത്തൊക്കെയാണ് വ്യാഴം വരുന്നത്. എന്തൊരു കാര്യം, ഒരു ബിസിനസ് ആണെങ്കിലും സ്ഥാനമാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് നമ്മൾ പോകാനാണെങ്കിലും അതിനൊക്കെ നമ്മൾ ഒരു കാര്യം തിരഞ്ഞെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അത് നടക്കണത് എങ്ങനെയാണ്? നമ്മുടെ വാക്കുകളിലൂടെയാണ്. അപ്പോൾ വാക്കിനെ അവിടെ ക്രമീകരിക്കണം. വേണ്ടതേ പറഞ്ഞാൽ മതി. പെട്ടെന്ന് കുറേ നേരം ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ വേറെ കുറേ പ്രതിസന്ധികൾ വരും. എന്നുവെച്ചാൽ രണ്ടില് നമുക്ക് നിൽക്കുന്നത് രാഹുവും ആ രണ്ടാം ഭാവാധിപനായിരിക്കുന്ന ശനി പോയി 3-ലുമാണ്. അപ്പോൾ ധൈര്യത്തെ കൂടുതൽ കൊടുക്കും. അപ്പോൾ വാക്കുകൾ ഭയങ്കര രൂക്ഷമാക്കും. അപ്പം അതൊന്നുമില്ലാതെ വാക്കുകളൊക്കെ ക്രമീകരിച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാം. അതുപോലെ ബിസിനസ്സുകാർക്കാണെങ്കിലും അവർ പറഞ്ഞ വാക്കൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികൾക്കാണെങ്കിലും പുറത്തു പോകാനും അവിടെ പോയിട്ടൊരു ജോലി നോക്കാനും എല്ലാവർക്കും നല്ലതാണ്. എന്നുവെച്ചാൽ നിവർത്തിക്ക് സ്ഥാനത്താണ് വ്യാഴത്തിൻ്റെയൊക്കെ ഒരു വരവ്. അപ്പോൾ ഈ ഒരു വർഷം ഏറ്റവും നല്ല പുരോഗതിയിലേക്കാണ് തിരുവോണ നക്ഷത്രക്കാർ പോകുന്നത്.